നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ 2 സ്ത്രീകൾ മല ചവിട്ടി ഇറങ്ങി. ഇനി എങ്ങോട്ടാണ് ശബരിമല പ്രശ്നം ഒഴുകാൻ പോകുന്നത്? ഞാൻ മലയാളി ഈ എപ്പിസോഡിൽ വീണ്ടും പരിശോധിക്കുന്നു. ഉമാനായനെ പോലെ ഈ മാമൂലുകളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഇത് ഇനി എന്തായിരിക്കും ഇതിലേക്ക് ഉള്ള ഒരു വഴിത്തിരിവ്? സർ, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, വിശ്വാസങ്ങളും ഈ പറയുന്ന ഈ സമൂഹത്തിലുണ്ടാകുന്ന കലാപങ്ങളും രണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ കലാപങ്ങളൊക്കെ വിശ്വാസത്തിനെ അധിഷ്ഠിതമായിട്ടല്ല ഉണ്ടാവേണ്ടത്. സ്ത്രീ സമത്വമാണ്, ജാതി ഭേദമന്യേ അയ്യപ്പനെ കാണാൻ പോകുന്നതിനോട് യോജിപ്പുള്ള ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ കലാപങ്ങൾ ഉണ്ടാക്കി അത് രാഷ്ട്രീയവൽക്കരിച്ച് ഇത്ര വലിയൊരു പ്രശ്നമായി സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടല്ല ഇത് ചെയ്തെടുക്കേണ്ടത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഒരു സെക്കൻഡ്. എന്തായാലും ഈ പറഞ്ഞ 10-നും 50-നിടയിലുള്ള സ്ത്രീകൾ അവിടെ കാലാകാലങ്ങളായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളായ വിശ്വാസികള് ഇങ്ങനെ ചെയ്ത് പലതും മാറിയിട്ടില്ലേ ഉമേ? ഇവിടെയാണ് എനിക്ക് പറയാൻ ഞാനൊന്നും പറഞ്ഞോട്ടെ സർ. അല്ല, അജയകുമാർ സാറേ, ഒരു മിനിറ്റ് അതിനുള്ളിൽ ഞാനൊന്ന് പറയട്ടെ. ഫുള്ള് നായന്മാരാണെന്ന് പറയാൻ എന്റെ അച്ഛൻ എനിക്കിട്ട പേരാണത്. എന്റെ മക്കൾക്ക് ഞാൻ എന്റെ പേര് അവരുടെ വാലിനകത്ത് നായരിട്ടിട്ടില്ല. അത് എന്റെ വ്യക്തിത്വമാണ്. മനസ്സിലായില്ലേ? എന്റെ അച്ഛൻ എനിക്ക് തന്നതിനെ പലതവണ ഞാൻ ശപിച്ചിട്ടുണ്ട്. നായർ എന്ന പദം എന്റെ അച്ഛൻ എനിക്ക് തന്നതിനോട് എനിക്ക് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ആ പേര് മാറ്റാൻ വേണ്ടി ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി എന്റെ മക്കളെ ഞാൻ വളർത്തുന്നത് എന്റെ ഇഷ്ടത്തിനാണ്. എന്റെ 2 മക്കൾക്കും ഒരു നായർ പദവില്ല, അവരുടെ അമ്മയുടെ അച്ഛന്റെ പേര് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് സാർ ആ രീതിയിൽ സംസാരിക്കരുത്. അത് എന്റെ അച്ഛന്റെ എന്റെ അമ്മയുടെയും വ്യക്തിപരമായ കാര്യമായിരുന്നു. അത് അതിന്റെ വഴിക്ക് വിട്ടേക്കാം. അത് ഇതും തമ്മിൽ സാർ കോർത്തിണക്കണ്ട. ഞാനിപ്പോ സംസാരിക്കാൻ വന്നത് വിശ്വാസികളായ ആൾക്കാർ അത് ആ രീതിയിൽ തന്നെ തുടരാനും ഇതൊക്കെ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറ്റണം എന്ന് ശ്രമിക്കുന്ന ആൾക്കാർ ഇതൊരു കലാപ മുഖേന എടുക്കണ്ട എന്ന് മാത്രമേ ഞാൻ എന്റെ അഭിപ്രായമായിട്ട് ഇവിടെ പറഞ്ഞുള്ളൂ. ഇത് തെറ്റാണെന്നോ ഇത് ഭൂമിയിൽ ഏറ്റവും വലിയ മഹാപരാധമാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. കുറെ മനുഷ്യർ ഇവിടെ കയറണം എന്ന് പറഞ്ഞു നിന്ന മനുഷ്യരൊക്കെ തികഞ്ഞ വിശ്വാസികളായ വ്യക്തികളായിരുന്നു എന്ന് മാത്രമായിരുന്നു എന്റെ സംശയം. അത് മാത്രമായിരുന്നു എനിക്ക് പറയാനുള്ളത്. 2019 ഈ 2 സ്ത്രീകളെ കയറിയതിനെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ കൂടുതലും ചർച്ച നടക്കുന്നത്. 1969 എന്റെ അമ്മ 34 വയസ്സുള്ള ഭദ്ര എന്റെ ഇളയ സഹോദരന് ചോറ് കൊടുക്കാൻ ഈ ശബരിമലയിൽ പോയിരുന്നു. അന്ന് എന്റെ അച്ഛൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറാണ് ചന്ദ്രാനന്ദൻ. എന്റെ ആ സഹോദരന്റെ ചോറൂണിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു തന്നതും ആ ചോറൂണിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചതും തന്ത്രി കണ്ഠരര് മഹേശ്വരരാണ്. ഈ തന്ത്രി കണ്ഠരര് മഹേശ്വരര് മരിക്കുന്നത് വരെയും എന്റെ അച്ഛനുമായും ഞങ്ങളുടെ കുടുംബവുമായും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അപ്പോ അന്ന് അല്ല, രണ്ട് സ്ത്രീ അവിടെ കയറിയപ്പോൾ നട അടച്ച തന്ത്രിയുടെ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അന്ന് ഉണ്ടാകാത്ത ഒരു ആചാര ലംഘനം ഇന്ന് എങ്ങനെയുണ്ടായി? അന്ന് അമ്മ ഉൾപ്പെടെ അമ്മയുടെ സഹോദരിമാര് കയറി. തനിയല്ല, ഞങ്ങൾക്കറിയാവുന്ന ഒരുപാട് വീട്ടിലെ സ്ത്രീകള് 18-ാം പടി അല്ല, ഇരുമുടി കെട്ടു എന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ നടന്നതുപോലെ തന്നെ സ്ത്രീകൾ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണത്. അന്നൊന്നും ഈ മറ്റേ പരിഹാര ക്രിയകൾ അവിടെ ചെയ്തിട്ടില്ല. സ്ത്രീകൾ കയറും, തൊഴും, ഒരു പോരും, ചോറൂണ് നടത്തിയിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നടന്നിട്ടുണ്ട്. 91-ലെ മാഹേന്ദ്രൻ കേസിന്റെ വിധി വരുന്നത് വരെ പോയിരുന്നു എന്നുള്ള ഒരു ചരിത്രമാണ്. ചരിത്ര സത്യം. പിന്നെ ഞാനൊരു കാര്യം, ഈ ആചാരം എന്നുള്ള 18-ാമത്തെ അടവ് ഇറക്കിയത് എപ്പോഴാണ്? മാഡം പറഞ്ഞു, മാഡത്തിന്റെ പിതാവ് ദേവസ്വം ബോർഡ് മെമ്പർ ആയിരുന്നപ്പോൾ 1969 മാഡത്തിന്റെ അനുജനെ ചോറ് കൊണ്ടുപോയി. അമ്മ 34 വയസ്സുള്ള അമ്മ. അതെ,
അത് 69-ൽ അത് സംഭവിച്ചു. 1969. അതിന് മുമ്പും സംഭവിച്ചായിരിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായിട്ട് ദേവസ്വം ബോർഡ് മാറിയപ്പോൾ അവരുടെ മക്കളെയും അവരെ ബന്ധുക്കൾക്കും വേണ്ടി ആചാരങ്ങൾ ലംഘിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്. ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ്? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, കയറ്റി വിട്ടതിന് നേതൃത്വം കൊടുത്തത് ബഹുമാനിയായിട്ട് മേഡത്തിന്റെ പിതാവിന്റെ സ്വാധീന ഫലമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. അല്ല, ഒരു സെക്കൻഡ് മനോജ് അവിടെ ഇതിനൊക്കെ കാർമ്മികത്വം വഹിച്ചത് തന്ത്രിയാണോ? തന്നെയാണ്. തന്ത്രിമാർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള അഭിപ്രായത്തിനല്ല പറഞ്ഞത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളവരുടെയും ബോർഡ് പ്രസിഡന്റുമാരുടെയും പ്രേരണ കൊണ്ട് പല ആളുകളും പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അതിന് പ്രേരണ ചെലുത്തിയത് നേതൃത്വം കൊടുത്ത ആളാണ്. താങ്കൾ സമ്മതിക്കുന്നു ഇപ്പോഴും രാഷ്ട്രീയ പ്രേരിതമായാണ് തന്ത്രിമാര് പലതും ചെയ്യുന്നതെന്ന്, അല്ലേ? അല്ല, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് മനോജെ, ഒരു പ്രേരണയും ഇല്ലാതെ ദേവസ്വം ബോർഡിന്റെ യാതൊരു പിന്തുണയും ഇല്ലാതെ മേൽശാന്തിയുടെയും തന്ത്രിയുടെയും ഒക്കെ മക്കൾ അവിടെ പോയിട്ടുണ്ട്, പെൺമക്കള്. ശരി ശരി. അജയകുമാർ, താങ്കൾ ഉമാ നായർക്കെതിരെ തൊടുത്തുവിട്ട ഒരു ആരോപണം, അതുത്തരം പറയണം. ഒരു മിനിറ്റ്. പ്രധാനപ്പെട്ട മറ്റു കാര്യം എന്ന് പറഞ്ഞാല് തന്ത്രി കുടുംബത്തിലെ ആരുമല്ല ശബരിമലയിലെ പ്രതിഷ്ഠ നടത്തിയത്. ശബരിമല പ്രതിഷ്ഠ നമ്പൂതിരി സാർ പറഞ്ഞ കണക്ക് ഈ ശബരിമല പ്രതിഷ്ഠ ഒരു സെക്കൻഡ് 700 വർഷത്തെ പഴക്കമുള്ളതാണ്. തന്ത്രി കുടുംബമോ പന്തളം കൊട്ടാരമോ അതിന്റെ പഴക്കം 200-225 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. പന്തളം കൊട്ടാരത്തിലെ പന്തളം രാജാക്കന്മാർ തന്നെ മധുര പാണ്ഡ്യവംശരായ ആളുകൾ പന്തളത്ത് കുടിയേറി പാർത്തി കൊട്ടാരം പണിഞ്ഞവരാണ്. അത് 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് സംഭവം നടന്നത്. അതേപോലെ അതൊക്കെ ഫോർവേഡ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ട് സ്ത്രീകളോട് കയറി കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ അറിയാത്തോണ്ട് ആൾക്ക് അറിയണം. ജോലികുമാർ, അതായത് തന്ത്രിക്ക് പിഴവ് പറ്റിയിട്ടുണ്ടാകാമെന്നാണ് താങ്കളുടെ ശിഷ്യം പറയണത്. തന്ത്രി പിഴവ് പറ്റാറുണ്ടോ? പിഴവ് പറ്റുമോ? ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണ് ചരിത്രത്തിൽ. അതിൽ ട്രാവൻകൂർ മാനുവൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എന്റെ അടുത്തിരിക്കുന്ന സഹോദരന്മാർ ദയവായി ഒന്ന് വായിച്ചേർക്കൊള്ളാം. ആ പുസ്തകത്തിനകത്ത് അതൊന്ന് പറഞ്ഞോട്ടെ. ആ ട്രാവൻകൂർ മാനുവൽ ഇപ്പോഴും പബ്ലിക് ലൈബ്രറിയിൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. ആ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് രാജാവും പരിവാരങ്ങളും എല്ലാ നമ്മുടെ തമ്പുരാട്ടിമാരടക്കമാണ് ശബരിമല ഉത്സവത്തിന് പോയിരുന്നതെന്ന്. രണ്ടാമതൊന്ന്, പന്തളം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നായർ തറവാട്ടിലെ എല്ലാവരും ഓണത്തിനും അവിടെ വിഷുവിന് നട തുറക്കുമ്പോഴും കുട്ടികളും സ്ത്രീകളും അടക്കം ഘോഷയാത്രയായിട്ടാണ് ശബരിമല അമ്പലത്തിൽ ഉത്സവത്തിന് പോയിരുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം ഉള്ളപ്പോഴാണ് പിന്നെ ഇവർ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ആൾക്കാരെ മാത്രം സ്വാധീനം ഉപയോഗിച്ച് കയറ്റിയിട്ടുള്ളത്. അങ്ങനെ കയറിയാൽ കൂടി സ്ത്രീ അവിടെ കയറിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമതൊരു കാര്യം, ഇവിടെ സ്ത്രീ കയറിയത് എന്നല്ല വിഷയം പോകുന്നത്, അവിടെ ലിംഗനീതി അല്ല വിഷയം പോകുന്നത്, ഇവിടെ ജാതി തിരിച്ചിട്ടുള്ളതാണ്. പള്ളിയിൽ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല, അമ്പലത്തിൽ എന്തുകൊണ്ട് ചെയ്തില്ല, അതല്ല ഇവിടുത്തെ വിഷയം. പിന്നെ തന്നെ ഹിന്ദുമതത്തിന്റെ നവീകരണമാണ് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഹിന്ദുമതത്തിന്റെ നവീകരണം അല്ല. ഹിന്ദുമതത്തിന്റെ നവീകരണം ഇനി ഒരുപാട് കടമ്പയുണ്ട്. ഇപ്പോഴും ബ്രാഹ്മണന്മാരുടെ ഇടയിൽ ശൈവ ബ്രാഹ്മണരായിട്ടുള്ളത്, അത് ശിവനെ ആരാധിക്കുന്നവർ വൈഷ്ണവ ക്ഷേത്രത്തിൽ പോകില്ല എന്നാണ് എന്റെ ധാരണ. സാറിന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയായിരിക്കും. വിഷ്ണു ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന ബ്രാഹ്മണര് ശൈവ ക്ഷേത്രങ്ങളിലും പോവാറില്ല. അങ്ങനെ ഒരു വലിയ വിരുദ്ധത ഹിന്ദു സമൂഹത്തിലുണ്ട്. അതൊക്കെ നമ്മൾ ഞാനൊരു നായർ സമുദായ അംഗമാണ്, അതൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതിനെ പുനരുദ്ധരിപ്പിക്കേണ്ടത് നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതാണ്. അതിനു മുമ്പേ നമുക്ക് വേണ്ടതാണ് ഈ ലിംഗനീതി. ഈ ലിംഗനീതി വന്നാൽ മാത്രമേ ആ ഒരു പുസ്തകത്തിന്റെ മാനുവലിന്റെ ഒരു കോപ്പി മനോജ് കരുണാകരൻ ആ ചരിത്രത്തിന്റെ തന്നെ 200 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു ചരിത്രരേഖയിൽ പറയുന്നുണ്ട്. പേരെനിക്ക് ഓർമ്മയില്ല. എനിക്ക് കുറച്ച് നേരമായിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം ഉമ്മനായർ ആന്റിയോടാണ്. എനിക്ക് നല്ല പരിചയമുള്ള ആന്റിയാണ്. നേരത്തെ ആദ്യം തന്നെ ആന്റി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇപ്പോഴാണോ ഇതിനൊക്കെ സമയം,
ഇപ്പോഴാണോ ശബരിമലയെ സ്ത്രീയെ കയറ്റാനുള്ള അല്ലെങ്കിൽ ലിംഗനീതിക്ക് വേണ്ടി പോരാടാനുള്ള സമയം? ഇപ്പോഴല്ല, പിന്നെ എപ്പോഴാണ്? അതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാലഘട്ടങ്ങളിൽ. എന്തുകൊണ്ട് സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ട് പോരാടിയില്ല? ഇപ്പൊ മാഡം പറഞ്ഞ പോലെ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ സ്ത്രീ കയറി. കുട്ടിയല്ലേ, വളരെ അതല്ല മോളെ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴുണ്ടാകുന്നതും മുമ്പുണ്ടാകുന്നതും, അതായത് ഇപ്പൊ ഒരു ലിംഗനീതിക്കുള്ള ഒരു പോരാട്ടം ഉണ്ടായാലും മുമ്പുണ്ടാകുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമില്ല. കാരണം ഇപ്പൊ 20ാമത്തെ നൂറ്റാണ്ടിലാണ് നമ്മളൊരു ക്ഷേത്രത്തിന് വേണ്ടിയുള്ള സ്ത്രീകളുടെ എൻട്രിക്ക് വേണ്ടി അതൊരു കലാപം ഉണ്ടാക്കിയിട്ടാണോ? അതാണ് കലാപം. ഒരു സംസ്കാരം അല്ലെങ്കിൽ നീതിന്യായ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു കാര്യത്തിനെ അംഗീകരിക്കാൻ, ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ ഒരു പരിധി വരെ കലാപം ഉണ്ടാക്കാതെ നേടിയെടുക്കണം. കലാപം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? നീതിയും ന്യായവും വിശ്വാസവും കൂടെ ഏറ്റുമുട്ടുമ്പോൾ കലാപം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആരും ഉണ്ടാക്കിയതും അല്ല, ആർക്കും വേണോന്ന് അത് മാത്രമല്ല ഈ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോ പണ്ട് പുസ്തകങ്ങൾ നമ്പൂതിരി സാർ പറഞ്ഞ പോലെ പുസ്തകങ്ങളിലൊന്നും എഴുതാതിരുന്നൊരു സാധനം വിശ്വാസമാണെന്നും ആചാരമാണെന്നും ഏത് അടിസ്ഥാനപരമായിട്ടാണ് തർക്കിച്ചുകൊണ്ട് വരുന്നത്? പുസ്തകത്തിലൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ ഏത് ആചാരമാണിത്? അത് വെറും മെയിൽ ഷോവനിസത്തിന്റെ ഒരു എക്സ്ക്യൂസ് മാത്രമല്ലേ? എനിക്കതാണ് എന്റെ ഒരു ചോദ്യം. ഒരു കാര്യം നമുക്കൊരു ആൻസർ ഉണ്ട്. എന്തുകൊണ്ട് ഇതുവരെ ഇത് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചല്ലോ. 1950 മുതൽ 2018 വരെ ഈ റിലിജ്യനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിൻ്റെ കോർ ഇഷ്യൂ ആൻസർ ചെയ്യാതെ പല രീതിയിൽ ഇപ്പോൾ ഹിന്ദു മൽഹോത്രയുടെ വിധി പറയും പോലെ ഇത് തെളിവെടുത്ത് തീകരിക്കണമെന്ന് പറയുന്നത് പോലെയുള്ള വിധിന്യായങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ശബരിമല വിധിയിൽ യങ് ലോയേഴ്സിൻ്റെ കേസിൽ സുപ്രീം കോടതി സ്റ്റേൺ ആയിട്ടൊരു കാര്യം ചെയ്തു. ശബരിമല മാത്രമല്ല, സമീപകാലത്ത് സുപ്രീം കോടതി 2018 പല കേസുകളിലും, റഹീം പറഞ്ഞതുപോലെ ഈ കേസിൽ മാത്രമല്ല പല കേസുകളിലും ഉറച്ച ഒരു സ്ഥാനമെടുത്തു. നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരാചാരങ്ങളും ഇവിടെ നിലനിൽക്കാൻ അധികാരമില്ല. അത് നവോത്ഥാനത്തിന് സംബന്ധിച്ചിടത്തോളം, സ്ത്രീ സമത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലായ വിധിയാണ്. സുപ്രീം കോടതിയുടെ വിധി നമുക്കെല്ലാവർക്കും ബന്ധിതമാകുമെന്ന് പറയുമ്പോൾ ഈ ബോധവൽക്കരണത്തിൻ്റെയും പിന്നെ അയാളെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് ഇതനുസരിപ്പിക്കേണ്ടയും ബാധ്യതയൊന്നും നമുക്കില്ല. അത് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട വിധിയാണ്, നടപ്പിലാക്കും എന്നുള്ള വിധിയാണ്. ധന്യ, നിങ്ങൾ ഈ കലാപം ഉണ്ടാക്കിയിട്ട് ഈ അവകാശം പിടിച്ചുപറ്റുന്നതിനെ കുറിച്ചാണ് ഉമാ നായർക്കുള്ള പരാതി. സമാധാനപരമായിട്ട് പോയി അല്ലെ? അതിലെ ഉമ അല്ല, നമ്മള് കലാപത്തിന് ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഒരു കാര്യം പറയട്ടെ, 1950 ധന്യ ഒരു കലാപകാരിയാണെന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. 1950 ഇതുപോലെ ജവഹർലാൽ നെഹ്റു ഡോക്ടർ BR അംബേദ്കറെ ഹിന്ദു കോഡ് ബില്ല് എഴുതാൻ ഏൽപ്പിച്ച ഒരു സമയത്ത്, അതിനകത്ത് ഹിന്ദു സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അവകാശ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്ത സമയത്ത് എന്താണ് ലിംഗസമത്വം അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് പിന്നെ പ്രതിപാദിച്ചിരുന്നു. അപ്പൊ അതിനെ അന്ന് തൊട്ട് ഹിന്ദു മഹാസഭ എതിർത്ത് അതിന്റെ അടുത്ത തലമുറയാണ്, അവരുടെ തലമുറയാണ് ഇപ്പോഴും ഈ നിരത്തിലിറങ്ങി കലാപം ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ആളുകൾ ഒരു മനുഷ്യരും കലാപം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏറ്റവും ആദ്യം മലയ്ക്ക് പോകേണ്ടത് ഞങ്ങളാണ്. എനിക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പോവാത്തെ. ഇപ്പൊ നടക്കാൻ പോകുന്നുണ്ട് കാനക്കുന്ന്, നടന്ന് പൂർത്തിയാകുമ്പോ ഞാൻ മലയ്ക്ക് കയറുന്നത്. ഒരു സെക്കൻഡ്, എനിക്ക് ജ്യോതികുമാർ ചാമക്കാരോട് ചോദ്യമുണ്ട്. അതായത് സുപ്രീം കോടതി വിധി വന്നു, ആദ്യത്തെ ഒരു ഘട്ടത്തിൽ, ഒരുപക്ഷെ ഇനി അതിലേക്ക് തിരിച്ചു പോകുന്നതിൽ സാങ്കത്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവരെല്ലാം അങ്ങോട്ട് പോകുന്ന സ്ഥിതിക്ക് ഞാനും പോവുകയാണ്. എല്ലാവരും സ്വാഗതം ചെയ്തു. പിന്നീട് NSSന്റെ ഒരു പൊസിഷൻ വന്നു, നാമജപ യാത്രകൾ തുടങ്ങി, രാഷ്ട്രീയ പാർട്ടികൾ തലകീഴെ മറിഞ്ഞു, പ്രധാനമായിട്ടും BJP. ഒരുപക്ഷെ കേരളത്തിലെ പ്രധാനപ്പെട്ട സമുദായങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതി വിധിയെ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇന്നൊരു കലാപ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നോ? എന്റെ ചോദ്യം ലളിതമായ ചോദ്യമാണ്. അല്ല, ഒരിക്കലും അല്ല, അങ്ങനെയല്ല. കണ്ടേ, ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം
ഞാൻ വളരെ നേരത്തെ പറഞ്ഞാണ് 2016 മുതൽ UDF സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരേ നിലപാട് തന്നെയാണ്. ഭക്തരുടെ വികാരത്തിനോടൊപ്പം അങ്ങ് മടങ്ങിപ്പോയതുകൊണ്ടായാലും മടങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ വന്നപ്പോഴും നിങ്ങൾ ഇവിടെ ആരോ പറഞ്ഞു പോയി രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ കുറിച്ച്. അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ച് കോൺഗ്രസ് കമ്മിറ്റി ഒരു നിലപാട് അങ്ങോട്ട് വെച്ചപ്പോൾ ഇതിന്റെ വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലെ നിലപാടിനോട് അദ്ദേഹം പരിപൂർണമായി യോജിച്ചിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിന് KPCCക്ക് മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2016 മുതൽ അന്ന് ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ എടുത്ത നിലപാട് ഒരു നിലപാടും പ്രതിപക്ഷത്ത് വരുമ്പോൾ മറ്റൊരു നിലപാടുമല്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് ഞങ്ങൾക്ക് ഇതിനകത്തുള്ളത്. അത് 2016 മുതൽ എന്നാണോ UDFന്റെ മുന്നിൽ UDF സർക്കാരിന്റെ മുന്നിൽ ഈ വിഷയം വന്നിട്ടുള്ളത് അന്നെടുത്ത നിലപാടിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു. BJP മാറില്ലെന്ന് പറയേണ്ടത് ഞാനല്ലല്ലോ. അത് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ രാജഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഭയ്യാജി ജോഷി പറഞ്ഞിട്ടുണ്ട്. RSS പറഞ്ഞിട്ടുണ്ട്. RSSന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഓർഡിനൻസ് കൊണ്ടുവരുന്നു പറയുന്നു. UDFന്റെ MP-മാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓർഡിനൻസ് പറഞ്ഞിട്ടുണ്ട്. UDF നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം, നിങ്ങളുടെ നിലപാടെടുക്കുന്ന തെറ്റല്ല. ഇപ്പോൾ ശബരിമലയിൽ യുവതികളുടെ പ്രവേശനം പാടില്ല എന്നൊരു നിലപാടായിരുന്നു കോൺഗ്രസിന് പണ്ടേ ഉള്ളത്. അതിലിപ്പോഴും നിൽക്കുന്നുവെന്നാണ്. ഇവിടെ വരുന്ന പ്രശ്നം നിങ്ങളുടെ നിലപാടോ അതിപ്പോൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതല്ല. സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ പിന്നെ നിങ്ങൾ KPCC ഓഫീസിൽ എടുക്കുന്ന നിലപാടിന് എന്ത് പ്രസക്തി? ആ നിലപാടിൽ നിങ്ങൾക്കെപ്പോഴും തുടരാം. നിങ്ങൾക്കതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം, നിങ്ങൾക്കതിൽ പ്രതിഷേധിക്കുകയുമാകാം. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞ ആ വിധി നടപ്പിലാക്കാൻ പാടില്ല. അത് നടപ്പിലാക്കിയതിനെതിരെ കരുതലും നടപ്പിലാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നടപ്പിലാക്കുന്നതിനെതിരെ അല്ലോ. പിന്നെ കോൺഗ്രസിന്റെ ഈ നീക്കം പൊതുസമൂഹത്തെയൊക്കെ ഞങ്ങളെയൊക്കെ വളരെ ഞെട്ടിച്ചു കഴിഞ്ഞു. എന്താ വെച്ചാല് RSSനോടൊപ്പം ചേർന്ന് കോൺഗ്രസ് സമത്വത്തെയും ഭരണഘടനയും എതിർക്കുന്ന ഒരു വലിയൊരു കാഴ്ചയാണ് നമ്മൾ ഈയിടെ കണ്ടുവന്നത്. കോൺഗ്രസ് എന്ത് ചെയ്യും? കോൺഗ്രസിന്റെ നിലപാടൊന്നും അതല്ല. കോൺഗ്രസിന്റെ നിലപാട് അന്നും വിശ്വാസികളുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വിചാരിച്ചു കോൺഗ്രസ് മാറിയും BJP അല്ലെങ്കിൽ മറ്റൊരു ആദർശമൊന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ നിലപാട് KPCC അതേപോലെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അക്രമം നടത്തുന്നോ ഇതൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ശബരിമലയിൽ സുപ്രീം കോടതി വിധി അതേപോലെ നാളെ തന്നെ നിങ്ങൾ ആരെങ്കിലും പിടിച്ച് അവിടെ കൊണ്ട് നടപ്പിലാക്കാൻ പറഞ്ഞാൽ നടപ്പില്ല. അതേപോലെ സുപ്രീം കോടതി എന്തുമാത്രം വിധികൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. പള്ളിക്കേസ് എന്തുകൊണ്ട് നടപ്പിലാക്കില്ല? അതുപോലെ അമ്മ പെറ്റ മക്കളാണെങ്കിൽ ആ അമ്മയ്ക്ക് ആ മക്കൾക്ക് ഒരു കാക്കപ്പുള്ളിയെങ്കിലും കാണും എന്ന് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു കാക്കപ്പുള്ളി പോലും ഇല്ലാതെ അത്ര യോജിപ്പോടുകൂടി കരിദിനവും ഹർത്താലും ആചരിക്കുകയാണ്. വളരെ ദയനീയമാണ് സാർ ഈ കേരളത്തിന്റെ അവസ്ഥ. ഈ കേരളത്തിലെ സഹോദരങ്ങളോട്, എനിക്ക് അമ്മമാരോട്, പെങ്ങന്മാരോട്, സഹോദരന്മാരോട് ഒരു ചോദ്യമുണ്ട് സാർ. ഈ കേരളത്തെ ഈ കലാപഭൂമിയാക്കുന്നതിൽ നിന്നും നിങ്ങൾ പിന്മാറണം, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. സഹോദരി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കലാപം നടത്തിയതായി താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഇന്ന് എന്തെങ്കിലും ഒരു കലാപം കോൺഗ്രസ് നടത്തിയതായി പറയാമോ? ഇന്നലെ കോൺഗ്രസ് നടത്തിയതായി പറയാമോ? കോൺഗ്രസ് കരിനിരം അല്ലല്ല, ഞാൻ സംസാരിക്കട്ടെ. കോൺഗ്രസ് ഞങ്ങൾ വളരെ വ്യക്തമായി ഇതിനകത്ത് നയം പ്രഖ്യാപിച്ചിട്ടേ ഉണ്ട്. ആദ്യം മുതൽ ഞങ്ങൾ ഭക്തരോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ശബരിമലയിലേക്ക് കൊടി പിടിച്ചുകൊണ്ട് സമരം നടത്താൻ പാടില്ല. ശബരിമല വിഷയവുമായി ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കൊടി പിടിച്ച് സമരം നടത്താൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഈ ഭക്തരോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തെറ്റും കാണുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാം. അതിനകത്ത് കോൺഗ്രസിന്റെ ചിഹ്നം അവിടെ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് പോയി പങ്കെടുക്കാം. ഞാൻ പറയട്ടെ സഹോദരി, ഞാൻ പറയട്ടെ. എന്തിനാണ് അക്ഷമ കാണിക്കുന്നേ? ഞാൻ പറയല്ലേ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എത്ര ദിവസങ്ങളിൽ മറുപടി പറയാം. വളരെ വ്യക്തം കൺവിൻസ് ചെയ്ത് പോവാം. നിങ്ങൾ അവസാനം എന്നോടൊപ്പം ഇറങ്ങിയ സാഹചര്യം ഉണ്ടാവും കോൺഗ്രസ്സുകാരിയായിട്ട്. ഒരു സംശയം വേണ്ട. അപ്പോ ഞാൻ പറഞ്ഞത് അല്ലല്ല, ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലല്ല, ഞാൻ എന്റെ സഹോദരി, നമുക്കൊരു സംസാരമാകാം. അത് കഴിയുമ്പോ ഞാൻ പറഞ്ഞല്ല ശരിയാണെന്ന് സമ്മതിക്കുന്ന രീതിയിലേക്ക് എത്തും. ഒരു കാര്യം പറഞ്ഞു വന്നത്,
ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് അതിനകത്ത് നിലപാടുണ്ട്. സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ ശക്തികൾ ചെയ്യുന്നതിന് ഞങ്ങൾ ഒരു കാരണവശാലും യോജിക്കുന്നില്ല. തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. പക്ഷേ അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം, ഇവിടെ ലോ ആൻഡ് ഓർഡർ പുനഃസ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. നാട്ടിലാദ്യം സമാധാനം ഉണ്ടാക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞങ്ങൾ സംഘർഷമുണ്ടാക്കി ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ ജയിലിൽ പോയായിട്ട് കാണിക്കാമോ സഹോദരിക്ക്? കാണിക്കാമോ? സംഘപരിവാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ശബരിമലയിൽ യുവതികളെ കയറ്റാതിരിക്കുക എന്നുള്ളതല്ല. അവരുടെ മെയിൻ അജണ്ട ശബരിമലയിൽ കലാപം ഉണ്ടാക്കുക. കലാപം ഉണ്ടാക്കി പോലീസ് നടപടി ക്ഷണിച്ചു വരുത്തുക, ഒരു രക്തസാക്ഷി ഉണ്ടാക്കുക. ഇതിനായിരുന്നു. പിന്നെ കേരളമായ കത്തിക്കുക, അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ്, അയോധ്യ മോഡൽ ഇവിടെ ആവർത്തിക്കുക. അതിനെ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. അതിലാണ് സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എടുത്തു. നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. ആ നിരോധനാജ്ഞയെ ചോദ്യം ചെയ്തുകൊണ്ട് BJP ഉൾപ്പെടെയുള്ളവർ ഇവിടെ പോയി ഹൈക്കോടതി പോയി. ഹൈക്കോടതി ശരിവെച്ചു സർക്കാർ സ്റ്റെപ്പ് ശരിയാണെന്ന്. ഇവരുടെ നിലപാട് എന്തായിരുന്നു? സർക്കാർ നിലപാടെടുക്കുകയാണ്. സർക്കാരിന് ലോ എൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ തെളിച്ച് വെടിവെച്ചു പോലല്ലോ. സർക്കാർ ഇടപെടുകയാണ് നിരോധനാജ്ഞ. യഥാർത്ഥത്തിൽ അങ്ങനെ ശക്തമായി പിണറായി സർക്കാർ മുന്നോട്ട് പോയത് കൊണ്ടല്ലേ ശബരിമലയിൽ ഇതിനകം തന്നെ കലാപം ഉണ്ടാകാതിരുന്നത്? സുരേന്ദ്രൻ ജയിലിൽ ഇറങ്ങിയിട്ട് പറഞ്ഞെന്താ? ശബരിമല സമരം തണുത്തു പോകാൻ കാരണം സർക്കാർ ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര പ്രകോപനപരമായി പെരുമാറാത്തതുകൊണ്ടാണ്. ഇതിനെ പറഞ്ഞേ. അങ്ങനെ ഗവൺമെന്റിനെ ശക്തമായിട്ട് ഇടപെട്ടപ്പോൾ അതിനെതിരെ നിയമസഭ തടസ്സപ്പെടുത്തി നിരാഹാരം കിടന്നവര് ഇവർ ആരുടെ പക്ഷാണ്? സംബന്ധിച്ച് കൃത്യമായി വരാനും അവർക്ക് പൂജ നടത്തി മടങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. നിങ്ങൾ അതിന്റെ പേരിൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നത് CPM ആയാലും RSS ആയാലും രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല ശബരിമല. നിങ്ങൾ രണ്ടുപേരോട് കാര്യം ചോദിച്ചോട്ടെ. ആ മൂലയിലിരിക്കുന്ന പാവം SP നമ്പൂരി സാർ, അദ്ദേഹം നല്ലൊരു ഭക്തനാണ്. അദ്ദേഹം സുപ്രീം കോടതി വരെ പോയ ആളാണ്. നിങ്ങൾ ഭക്തരെന്നുള്ള സംശയിൽ ഇവരെ പോലുള്ള ആൾക്കാരെ എന്താ ഉൾപ്പെടുത്താത്തത്? നിങ്ങൾ ഭക്തർ വിശ്വാസികൾ. ഇത് അജയകുമാർ 50 പ്രാവശ്യം വരെ പോലെയാണ്. 50 പ്രാവശ്യം വരെ പോയ ആളാണ്. ജ്യോതിഷ വിദഗ്ധരാണ്. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഭക്തനല്ല. SP നമ്പൂരി ഭക്തനല്ല. ഈ ഭക്തരെന്ന് പറഞ്ഞാൽ എന്താ RSS ആണ്. അതൊന്നും നടക്കില്ല. ഇവിടുത്തെ പ്രശ്നം ഭക്തരെ മുഴുവൻ RSS ആയി മുദ്ര കുത്തുക. അത് നടക്കുകയില്ല. ഭക്തരെ സംബന്ധിച്ച് ഇവിടെ ഭക്തരെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് ഞാൻ ജ്യോതികുമാർ പറയട്ടെ. റഹീം പറഞ്ഞെന്താണ്? ഭക്തരല്ല RSS ആണ്. ഒരിക്കലും അല്ല. അങ്ങനെ ഞാൻ എന്റെ ചോദ്യത്തോടാണല്ലോ നിങ്ങൾ രണ്ടുപേരും പ്രതികരിക്കുന്നത്. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടുള്ള ചോദ്യമാണ്. അതായത് ഇവിടെ ഇരിക്കുന്ന 50 പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിക്കണം, മനോജ് കരുണാകരൻ നായർ ശ്രദ്ധിക്കണം. 50 പ്രാവശ്യം ശബരിമല പോയ അജയകുമാർ, ജ്യോതിഷ വിദഗ്ധൻ, ജയ്ഹിന്ദില് സ്ഥിരമായി പരിപാടി ചെയ്യുന്ന ആള്, അദ്ദേഹം ഭക്തനാണോ ഇല്ലയോ? 2, SP നമ്പൂതിരി എന്നുള്ള വന്യ വയോധികൻ, അദ്ദേഹം ഈ പ്രായത്തിൽ അദ്ദേഹം സുപ്രീം കോടതി പോയി ഫൈറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി. അവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് അജയകുമാർ, അദ്ദേഹം ഭക്തനാണോ? ഇവരൊന്നും ഭക്തരല്ലേ? നിങ്ങൾ പറയുന്ന ഭക്തരുടെ പട്ടികയിൽ ആരാണുള്ളത്? വിശ്വാസികൾ. വിശ്വാസികൾ നവോത്ഥാനം ഉണ്ടാക്കിയപ്പോഴേ നിങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ നേരത്തെ വനിത പറഞ്ഞു മതിലെ വൻ വിജയമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മതിലിന്റെ തലേ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ശബരിമല വിഷയവുമായിട്ടുള്ളതാണെന്ന്. 1 മാസം മുമ്പ് എന്തേ പറയാത്തത്? അത് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞില്ല. രണ്ടാമത് വൈസ് ചെയർമാനും അതായത് ഏത് വിഡ്ഢിക്കാണ് അറിയാത്തത്? ഇത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ആർക്കറിയാത്തത്? ഓക്കെ, എന്താണ് അജയകുമാർ, താങ്കളെ പോലുള്ള ആൾക്കാർ ഭക്തരല്ല എന്നാണ് ജ്യോതികുമാർ ചാമക്കാല പറയുന്നത്. അവര് സംരക്ഷിക്കുന്നത് ഒരിക്കലും ഞാൻ ചെയ്യില്ല. വിശ്വാസികൾ എന്നുള്ള രീതിയിൽ ശബരിമല ആരെങ്കിലും ഒക്കെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും വിശ്വാസിയോ ഭക്തരോ അല്ല.
അവരുടെ പേരിൽ ഇവിടെ സംഘപരിവാറും RSSും അവരുടെ ഇടയിൽ ചുഴന്നു കയറി. ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളെ ഭക്തരും വിശ്വാസവും അല്ലാത്തത് തന്നെ ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ആ തെറ്റിദ്ധാരണ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഒന്ന് അയ്യപ്പനെ സംബന്ധിച്ചുള്ള കഥകൾ, അല്ലെങ്കിൽ ഇപ്പൊ ശാസ്താവും അയ്യപ്പനും തമ്മിലുള്ള വ്യത്യാസം ഈ ഭക്തർ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ആർക്കും അറിയില്ല. ഇവിടെ ശബരിമലയിലുള്ള ഒരു ശാസ്താ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് മലയരയന്മാരുടെ പഴയ ക്ഷേത്രത്തെ, അവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ 250 വർഷത്തിനകത്തുള്ള പ്രതിഭാസമാണ്. ഒരു വ്യക്തി ആ വ്യക്തി മരിച്ചതിന് സമാധിയായി ആ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വസ്തുതാപര കാര്യങ്ങളെ അറിയാതെ, ശാസ്താവ് അയ്യപ്പൻ ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാതെ, ഹിന്ദുമതം, ഈവൻ ഹിന്ദുമതം എന്ന് പറയുന്നത് ഹിന്ദുമതം അമ്പലം, ഹിന്ദുമതത്തിന് 350 വർഷം 400 വർഷത്തിനകത്തുള്ള പഴക്കമുള്ളൂ. 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഈ ഹിന്ദുമതം ബ്രിട്ടീഷുകാർ. അതുപോലുണ്ട്. അതെല്ലാം കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ തെറ്റിദ്ധാരണയാണ് ഇതിന്റെ ഒരു വിഷയം. തെറ്റിദ്ധാരണ എങ്ങനെ മാറാൻ പറ്റുന്നത്? തെറ്റിദ്ധാരണയാണോ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണോ? അതെ, തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നവരെ മാറ്റണമെങ്കിൽ അടിസ്ഥാനപരമുള്ള അറിവ് കൊടുക്കണ്ടേ? അതിനെ തെറ്റിദ്ധാരണ മാറത്തുള്ളൂ. അപ്പൊ ഞാൻ എന്താ പറയുന്നത് പറയാൻ, ഈ ചാനലുകൾ അല്ലെങ്കിൽ ഈ ചർച്ചകളിലൊക്കെ എന്താ വേണ്ടതെന്ന് പറയാൻ, നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈ അയ്യപ്പൻ, എന്താണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ പരമോന്നതമായ കോടതി സ്ത്രീകൾക്ക് കയറാമെന്ന് പറഞ്ഞു. 2 സഹോദരിമാർ അവിടെ കയറി. പക്ഷേ ദേവസ്വം ബോർഡിന്റെ അല്ല കയറ്റിയതാണ്. അല്ലല്ല, അവരെ കയറിയതല്ല, അവരെ കയറ്റിയതാണ്. 2 സ്ത്രീകൾ കനകദുർഗയും ബിന്ദുവിനെയും കയറ്റിയതാണ്. മുഖംമൂടി അണിഞ്ഞ് കയറ്റിയതാണ്. 3 വെളുപ്പാങ്കാലം 3 മണിക്ക് ആംബുലൻസിൽ കൊണ്ടുപോയി, ട്രാക്ടറിൽ കൊണ്ടുപോയി, രഹസ്യ പോലീസിന്റെ സഹായത്തോടു കൂടി 3 മണിക്ക് കറുത്ത കോട്ടിട്ടുകൊണ്ട് ഭസ്മകുളം വഴി തിരിച്ചിറക്കേണ്ടത്. ഇരുമുടി കെട്ടില്ല, ശരണം വിളിയില്ല. ഇരുമുടി കെട്ടില്ല, ശരണം വിളിയില്ല. അങ്ങനെയാണ് അവർ പോയത്. ഇരുമുടി കെട്ടി തലയിലേന്താതെയാണ് അവർ പോയത്. അവിശ്വാസികളും ഒക്കെ തമ്മിലുള്ള ഭയങ്കര ചർച്ചയാണ് നടക്കുന്നത്. ഞാൻ പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാര് വിശ്വാസികൾക്ക് ഒരിക്കലും എതിരായിട്ടില്ല, ഈ ഗവൺമെന്റും എതിരല്ല. അമ്പലത്തിൽ പോകാൻ ആഗ്രഹിച്ച 2 സ്ത്രീകളെ കയറാൻ സഹായം ചെയ്തു എങ്കിൽ അത് വിശ്വാസികളോടുള്ള കൂറാണ് ഗവൺമെന്റ് കാണിച്ചത് എന്നാണ് ഞാൻ പറയുന്നത്. അതിന് ഈ രാത്രി പാതിരാത്രി 3:30 മണിക്ക് കൊണ്ടുപോകണോ? പാതിരാത്രി 3:30 മണിക്ക് 3:30 മണിക്കാണ് കൊണ്ടുപോയത്. 3:30 മണിക്ക് 6 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടുകൂടി കറുത്ത മുണ്ട് പുതച്ച്, രാത്രി കറുത്ത മുണ്ട് പുതച്ചാണ് കൊണ്ടുപോകുന്നത്. പട്ടാപ്പകൽ നടന്നു കയറാൻ ഒരു സ്ത്രീ വന്നല്ലോ, ഒരു ജേർണലിസ്റ്റ്. അവരെ നട്ടലിൽ തേങ്ങ അടിച്ച് തിരിച്ചടിക്കില്ലേ? താങ്കൾ മലയ്ക്ക് പോയിട്ടുണ്ടോ? പോയിട്ട് എത്ര ദിവസം വ്രതം എടുത്ത പോയെ? തന്നല്ലോ. 40 ദിവസം വ്രതം എടുക്കുമ്പോൾ താടിയൊക്കെ വളരൂലേ? എന്തേ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി സുരേന്ദ്രന് വളരാത്തെ? 21 ദിവസം ജയിലിൽ കിടന്നപ്പോ വളർന്നാ? 21 ദിവസം ജയിലിൽ കിടന്നപ്പോ വളർന്നാ? 21 ദിവസം ജയിലിൽ കിടന്നപ്പോ വളർന്നോ? രണ്ട് ഒറ്റ കാര്യം നിങ്ങളല്ല. ഞാനിത് ചോദിക്കാൻ കാരണം, ശ്രീ മനോജ്, ഞാൻ ചോദിക്കാൻ കാരണം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ ഭക്തർ. നിങ്ങൾ അവിടെ പോകുന്ന ഭക്തിയുടെ അളവെടുക്കുകയാണ്. നിങ്ങളുടെ സുരേന്ദ്രൻ അങ്ങനെ മാർക്കിടും. ഒരു വിശ്വാസി പോലും, ഒരു വിശ്വാസിയോ അവിശ്വാസിയോ പോലും ഇരുമുടിക്കട്ട് തറയിടില്ല. നിങ്ങളുടെ സുരേന്ദ്രൻ ഇട്ടു ഇല്ല. അതൊക്കെ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. അതൊക്കെ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. അപ്പൊ അതല്ല, ഈ വ്രതത്തിന്റെ കാര്യം എന്ന് പറയുന്നു. ഈ വ്രതത്തിന്റെ കാര്യം എന്ന് പറയുന്നു. വ്രതമെടുക്കാതെ മല ചവിട്ടാൻ പോയ സുരേന്ദ്രനെ BJP പുറത്താക്കിട്ട് വാ. ഈ ശബരിമലയിൽ 2 സ്ത്രീകൾ മല ചവിട്ടുന്ന സമയത്ത് ശ്രീകോവിലും സ്ത്രീകളും കുറച്ച് പോലീസുകാരും മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. അനേകായിരം ഭക്തരുണ്ടായിരുന്നു. ഇതിൽ ഒരു ഭക്തൻ പോലും പ്രതികരിച്ചു കണ്ടില്ല. യഥാർത്ഥ ഭക്തന്മാർ ആരും തന്നെ പ്രതികരിച്ചില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രതിഷേധം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നല്ലോ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം നിരവധി തവണ പറഞ്ഞു, ഇന്നലെ മുതൽ നടന്നിട്ടുള്ള സംഘർഷങ്ങളെ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ചോദ്യമുണ്ട്. റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നത് മാത്രമല്ല പ്രതിഷേധമുള്ളവരെല്ലാം റോഡിൽ ഇറങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭക്തർക്ക് പ്രതിഷേധമില്ലാതെ അങ്ങേക്ക് എങ്ങനെ പറയാൻ കഴിയുക? ഭക്തർക്ക് പ്രതിഷേധമില്ലാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? ശ്രീ അജയ് കുമാർ അല്ല 3 ഭക്തരെ നിർത്തി. ഞാൻ ഇപ്പൊ ഉദാഹരണം ഉഷയെ മാറ്റ്, റഹീമിനെ മാറ്റ്. ധന്യ ഭക്തയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആക്ടിവിസ്റ്റ് ഉള്ളൊരു ഇൻവെർട്ടർ കൊമ്പെ കിടക്കുന്നതുകൊണ്ട് മാറ്റുക. ഒരു 3 ഭക്തരെ ഞാൻ കാണിച്ചു തരികയാണ്. പ്രതിഷേധമില്ലാത്ത ആൾക്കാർ ഭക്തയാണ്.
ശബരിമല ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നിരവധി ഭക്തർ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ ആരും ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്നാണ് പറഞ്ഞത്. ആശങ്കയൊന്നും വേണ്ട, അവർ ചോദിച്ചതല്ല ഞാൻ മറുപടി പറയും. എനിക്ക് പറയാനുള്ള പ്രാപ്തിയുണ്ട്, ഒരു സംശയവും വേണ്ട. നിൽക്കട്ടെ. എനിക്ക് തിരിച്ചൊന്നും ഈ ഭക്തരുടെ കുത്തകം മുഴുവൻ നിങ്ങൾ എടുത്തോണ്ട് പോയോ? ഈ ഭക്തരുടെ മുഴുവൻ അഡ്വക്കേറ്റ് അജയകുമാർ എന്നാ പിന്നെ അവർ പറഞ്ഞാൽ പോലെ താങ്കളേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ 30 പ്രാവശ്യത്തിൽ കൂടുതൽ ശബരിമല പോയിട്ടുണ്ട്. ഞാൻ ഭക്തന്മാരുടെ ഒന്നും സോളോ ഏജൻസി ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ആ ഭക്തരുടെ റെപ്രസെന്റേറ്റീവ് തെരഞ്ഞെടുക്കാനുള്ള അവകാശം ജോൺ ബ്രിട്ടാസിനും ഇല്ല. ഇല്ല ആണല്ലോ, നിങ്ങൾക്കും ഇല്ല. ഇല്ല സമ്മതിച്ചു. ഇവിടെ വ്യക്തമായ പ്രശ്നം എന്താണ്? കഴിഞ്ഞ വർഷവും ശബരിമല അവിടെ ഉണ്ടായിരുന്നല്ലോ. 90 ഈ പറയുന്ന നേരത്തെ വരുന്നവർ പോയിട്ടുണ്ടോ? 91 വിധിക്ക് ശേഷവും ശബരിമല ദർശനം നടക്കുന്നുണ്ടല്ലോ, ഒരു പ്രശ്നവുമില്ലാതെ പോയിട്ടുണ്ടല്ലോ. ഇപ്പൊ വിധി വന്നതിന് ശേഷം അവിടെ സംഘർഷം ഉണ്ടാക്കിയവരെ നമ്മൾ ആരും അനുകൂലിക്കുന്നില്ല ഒരു കാരണവശാലും. അവിടെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പിന്നെ ഒരു ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് തന്നെ അവിടെ വന്നിട്ടുള്ള വനിതാ പോലീസുകാരുടെ ഏജ് പ്രൂഫ് ചോദിക്കുന്നു. ഒരാൾ 18ാം പടിയിൽ തിരിഞ്ഞു നിൽക്കുന്നു, പോലീസിന്റെ മൈക്കെടുത്ത് ഉപയോഗിക്കുന്നു. എനിക്കെന്താ പറയുന്നത്? ഞാൻ ആരെങ്കിലും പറയാതിരുന്നുണ്ടോ? ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട, അതൊന്നും പറഞ്ഞൊരു മടിയില്ല. അത് റഹീം ആദിലും ഞാൻ പറയും, മുമ്പ് അങ്ങ് കടകംപള്ളി അതിലും ഞാൻ പറയും. കടകംപള്ളിക്ക് ഒരു അഭിപ്രായമല്ലോ, അതും പറയാം. ഇനി അങ്ങനെ പോകുമ്പോ അവിടെ അത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഇന്റലിജൻസ് പോലീസ് ഉണ്ടായിരുന്നല്ലോ. പോലീസിന് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? രണ്ട് ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിർത്തുന്ന കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ കാണിച്ചിട്ടുള്ള അതിക്രമങ്ങളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ അപ്പുറമായി യഥാർത്ഥ ഭക്തർ അവിടെ വന്നു പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ. ഈ വർഷവും അവർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ ഭക്തരാണ് യഥാർത്ഥ ഭക്തർ, അവരോടൊപ്പം നിൽക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല റഹീമേ, ഇടപെടാൻ വരട്ടെ. നിങ്ങളുടെ ഭക്തിയാരാണ്? ബിന്ദുവും കനകദുർഗയാണ്. നിങ്ങളുടെ ഭക്തർ കനകദുർഗയും ബിന്ദുവാണ്. അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം, അവിടെ തന്നെയാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, അവർ ഏതെങ്കിലും പറയാമോ? നിനക്ക് രാഹുൽ ഗാന്ധി സൗകര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഓരോന്നും ചോദിക്കും, എത്ര വേണം ജ്യോതികുമാരോട് ചോദ്യം ചോദിക്കട്ടെ. രാത്രിയിൽ അവിടെ പോയി മെഷീൻ വെച്ചിട്ടാണ് അളക്കുന്നത്. ഈ ബിന്ദു കനകദുർഗയും ഭക്തരല്ലാതെ എങ്ങനെ നിങ്ങൾ പറയും? ഭക്തയാണ് നിങ്ങൾ എങ്ങനെ പറയുന്നു? എന്ത് മെഷീൻ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളാണല്ലോ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാണ് ഭക്തയെന്ന് പറയുന്നത്? എന്റെ സഹോദരരെ, ഒരു വിഷയം അല്ല, ഇവരെല്ലാവരും അല്ലല്ല ബ്രിട്ടാസ് സാറേ, ഇവിടെ സുപ്രീം കോടതി വിധി ഭക്തയ്ക്ക് കയറാം, വിശ്വാസിക്ക് കയറാം, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, സ്ത്രീക്ക് കയറാനാണ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. അജയകുമാർ, അങ്ങനെ ഭക്തരല്ലായ്മ ഇത്ര ഭക്തിയുള്ളവരെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഈ വിശ്വാസികൾക്ക് പോകുവാൻ ശബരിമലയ്ക്ക് സുഗമമായ ഒരു റോഡ് കൊണ്ടുവന്നത് അവിശ്വാസി എന്ന് പറയാവുന്ന അല്ലെ കമ്മ്യൂണിസ്റ്റുകാരനായ ചന്ദ്രാനന്ദനാണ്. ഇവിടെ ഇപ്പോ ഈ ഒരു 2-3 മാസം കൊണ്ട് ഇതിങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കോടതി വിധിയാണ്, സുപ്രീം കോടതിയുടെ പരമോന്നതമായ കോടതിയുടെ വിധിയാണ്. അത് ഭരണഘടനയിലെ സ്ത്രീകളുടെ തുല്യത, അതായത് തുല്യതയും വിവേചന രാഹിത്യവും മുൻനിർത്തിക്കൊണ്ടാണ് ഈ സർക്കാർ ഇത് നടത്താൻ തീരുമാനിച്ചത്. അതായത് ഒരു ഭരണഘടനയുടെ ഭരണഘടന അനുസരിച്ച് കോടതി വിധി നടത്തേണ്ടത് ഏത് സർക്കാരായാലും ആ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് മാത്രമാണ് ഇവിടെ സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഭക്തരെന്ന് പറഞ്ഞ് 2 പേർ കയറി എന്ന് പറയുന്നു. അപ്പൊ ഇവര് പറയുന്നത് അത് കയറ്റിയതാണെന്ന്. ഞാൻ ഭക്തയാണ്, അതുകൊണ്ട് എനിക്ക് അയ്യപ്പനെ കാണാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് കയറ്റേണ്ടത് ഏത് സർക്കാരായാലും ആ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആ സർക്കാർ കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ്, ഞാൻ ഇവിടെ വളരെ വിഷമിച്ചിരിക്കുന്നത്. പുരുഷ പീഡനം വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 3 പേരെ ഉള്ളൂ. വിളിച്ചാണ് പറഞ്ഞ് മുഴുവൻ ആൾക്കാർ കൊണ്ട് BJPന്റെ പ്രതിയുണ്ട്, മറ്റേ പ്രതിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാഗ്രസ്കാരനായി. ഞങ്ങൾ 3 പേരെ ഉള്ളൂ. ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഞങ്ങളോട് അനുകമ്പ കാണിക്കണം ദയവ് ചെയ്ത്.
ഈ പുരുഷ പീഡനം തടയാൻ ഞങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ്. സ്ത്രീ പീഡനം ഞങ്ങളെ സ്ത്രീകളെ പുരുഷനെ പീഡിപ്പിക്കുകയാണ് ഇപ്പോൾ. സംസാരം കൊണ്ട് പീഡിപ്പിക്കുന്നു. ഒരു സെക്കൻഡ്, നിങ്ങളുടെ നേതാവിനെ ഞാൻ വിളിക്കുകയും അതേ ഇവിടെ വരെ വരികയും അദ്ദേഹത്തിന്റെ നേതൃത്വം തിരിച്ചു വിളിക്കുകയും ചെയ്തു. ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം മനസ്സിലായി. സ്ത്രീകൾക്ക് ഇതേപോലെയുള്ള സ്ഥലങ്ങളിലെങ്കിലും തുല്യത കൊടുത്താൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? ഈ തുല്യത എന്ന് പറയുന്നത് സഹോദരന്മാര് പറഞ്ഞു അവരെ പീഡിപ്പിക്കുകയാണ്. കുറച്ച് നേരം കൊണ്ടേ ഈ കുട്ടികൾ ഈ മൈക്ക് ചോദിക്കുകയാണ്. അപ്പൊ എന്റെ പ്രിയ സഹോദരൻ അവിടെ നിന്ന് പറയാണ് ഇവിടെ ഇരുന്ന് കേട്ടിട്ട് എഴുന്നേറ്റ് പൊക്കോളണമെന്ന്. വേണമെങ്കിൽ കേട്ടിട്ട് എഴുന്നേറ്റ് പൊക്കോളണം. ഈ സഹോദരൻ പറയുകയാണ്. അതിനെതിരെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു സഹോദരന്റെ വീട്ടിൽ പോയി പറയാം. അത് ഞങ്ങൾ പറഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ ചെന്ന് പറയാൻ ഞങ്ങൾ അത്രേ പറഞ്ഞു. പഴയ പോലെ അല്ല പെണ്ണുങ്ങള് പേടിക്കണം. ഇവിടെ ശബരിമലയില് 2 സ്ത്രീകള് ഭരണഘടനയുടെയും സുപ്രീം കോടതിയുടെയും വിധി പ്രസ്താവത്തിന്റെ അടിസ്ഥാനത്തിൽ കയറിയ ഒരു വിഷയമാണ് ഇത്. സ്ത്രീകൾ എല്ലാ ആരാധനാലയത്തിലും അവർക്ക് താല്പര്യമുള്ള സ്ത്രീകൾക്ക് പോകാനുള്ള അവകാശമുണ്ട്. അത് സുപ്രീം കോടതിയും ഭരണഘടനയും ഇപ്പം ശബരിമലയിലും നൽകി. അത്രേ ഉള്ളൂ. അതിനെ താങ്കളുടെ ഞാൻ മലയാളികൾ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ശ്രീപഠനം നടന്നിരിക്കുകയാണ്. അതേ നടന്നുള്ളൂ. അതിനെ ഇത്രയേറെ വലിയ ഒരു വിഷയമാക്കി രാഷ്ട്രീയമാക്കി ഈ നാടിനെ തന്നെ കലാപഭൂമിയാക്കി മാറ്റാനുള്ള വലിയ ശ്രമം ഇത് ഈ കേരളം കാണുകയാണ്. ഇത് കേരളത്തെ നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയം. എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഒരുപാട് പറയാനുണ്ട്. ഇവിടെ കേട്ടെടുത്തോളം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും സ്ത്രീപക്ഷം എന്നത് എവിടെയാണ് എന്ന്. ഒന്ന് എനിക്ക് ജ്യോതികുമാർ സാറിനോട് പറയാനുള്ളത്, കരിദിനം എന്തിനാണ് ആചരിച്ചത്? സ്ത്രീ അവിടെ കയറിയതിനാണോ അതോ ശുദ്ധികലശം നടത്തിയതിനാണോ? അപ്പോ ഈ രാഷ്ട്രീയ പാർട്ടി, ഈ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി കരിദിനം ആചരിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടാണോ? സ്ത്രീ അശുദ്ധയോ അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവളോ ആയതുകൊണ്ടായിരിക്കണമല്ലോ അവിടെ ശുദ്ധികലശം നടത്തിയത്. അപ്പോ ഈ ശുദ്ധികലശം നടത്തിയതിന് എതിരായിട്ടാണോ അതോ സ്ത്രീകൾ കയറിയതിനെതിരായിട്ടാണോ? അവർ അക്രമങ്ങളൊന്നും കാണിച്ചില്ല എന്ന് പറയുന്നു. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ മുമ്പിലേക്ക് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി വന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത്തരത്തിലൊരു കരിദിനം എന്ന ആശയം ആ പാർട്ടി എന്തിനാണ് എടുത്തത്? നമുക്ക് താങ്കളെപ്പോലുള്ള ഒരാളെ എനിക്ക് ബുദ്ധിമുട്ടിക്കുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് തന്ത്രി അവിടെ ശുദ്ധികലശം ചെയ്തിരിക്കുന്നു. അതായത് ഈ പറഞ്ഞ 10-നും 50-നിടയിലുള്ള സ്ത്രീകൾ അവിടെ അശുദ്ധിയാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 1 മണിക്കൂർ ശുദ്ധികലശിച്ചിരിക്കുന്നു. താങ്കൾക്കാണ് ഈ താന്ത്രിക കാര്യങ്ങൾക്ക് നല്ല പിടിപാടുള്ള ആളാണ്. അതൊരു ഇൻസ്റ്റന്റ് ശുദ്ധികലശമാണ്. തന്ത്രവിധി പ്രകാരമുള്ള ശുദ്ധികലശം അല്ല അത് എന്നുള്ള വ്യക്തത. ഈ തന്ത്ര സമുച്ചയം എന്ന് പറയുന്ന ആധികാരിക ഗ്രന്ഥം സമഗ്രമായി പഠിച്ച് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അന്ന് തന്ത്രിയോട് പിന്തുണയ്ക്കുന്നവരോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് എനിക്കിവിടെ ആവർത്തിക്കാനുള്ളത്. അദ്ദേഹം ചോദിച്ചത്, ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീ മനുഷ്യവംശത്തിൻ്റെ അസ്തിത്വം നിലനിർത്താൻ വംശവൃദ്ധിക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്ന ഒരു മഹത്തായ കർത്തവ്യമാണ്. ആ കർത്തവ്യം അശുദ്ധിയാണെങ്കിൽ പ്രത്യുൽപാദന കാലഘട്ടം, പുരുഷൻ്റെ പ്രത്യുൽപാദന കാലഘട്ടവും അശുദ്ധിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇതിനുവേണ്ടി വാദിച്ച വേണുഗോപാലിന് ഒരക്ഷരം പറയാനുണ്ടായില്ല. അതുപോലെ തന്നെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം മറ്റ് ജഡ്ജിമാരിൽ നിന്നുണ്ടായി. കാരണം അവർ ചോദിക്കുന്ന ഇതാണ്, ഈ ഒരു ശാരീരിക പ്രതിഭാസമാണിത്, ഇത് ദൈവനിശ്ചയമാണ്. ആർത്തവം എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ നിയോഗമാണ്. ആ നിയോഗം അശുദ്ധിയാണെന്ന് പറയാൻ ആർക്കാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? അതുപോലെ തന്നെ ആരാണ് പറഞ്ഞ ഈ 10-9 ആര് തീരുമാനിച്ചതാണ്? ശരീരശാസ്ത്രപരമായിട്ടോ ആരോഗ്യശാസ്ത്രപരമായിട്ടോ അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? 9 വയസ്സായ ഒരു സ്ത്രീക്ക് ലോകത്തിൽ ഒരിടത്തും ആർത്തവം ഉണ്ടാവില്ല എന്നുള്ളതിന് ശാസ്ത്രീയമായ തെളിവുണ്ടോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അദ്ദേഹം തെളിയില്ല. 50 വയസ്സിന് ശേഷം പ്രസവിച്ചിട്ടുണ്ട്. നോക്ക്, അതായത് ഒരു സ്ത്രീയുടെ ആർത്തവം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ലോകത്തെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവമാണ്. അത് അത്രയും ദൈവികമാണെന്ന് ഇൻവെർട്ടർ കോമ ഉള്ള ഒരു പ്രക്രിയയെ നിങ്ങൾ അശുദ്ധമായി കാണുന്നതിൽ എന്താണ്?
അതിന്റെ മുകളിലുള്ള ഒരു ആചാരത്തെ ഉമാ നായരെ പോലുള്ള എന്താ പറയാ നല്ല ബുദ്ധിയും വിവരവും ധാരണയും ഉള്ള വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ഉയർത്തിപ്പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് തന്നെ ചോദിക്കുന്നത്. സർ, ഞാൻ ഉയർത്തിപ്പിടിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ കലാപത്തിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. കലാപഭൂമിയാക്കി മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ഈ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നവോത്ഥാനം ഉണ്ടാവരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ ആർത്തവം തെറ്റാണെന്നോ ശബരിമലയിൽ കയറുന്ന പ്രശ്നമോ ഞാൻ പറഞ്ഞിരുന്നില്ല. കാണുന്നില്ലേ? പത്രം വായിക്കുന്നില്ലേ? TV കാണുന്നില്ലേ? ആരാണ് കലാപം ഉണ്ടാക്കുന്നത്? വിശ്വാസികളും അവിശ്വാസികളും എന്നൊക്കെ തീർപ്പ് കൽപ്പിച്ച് ഇങ്ങനെ കലാപഭൂമി ആക്കി മാറ്റരുതെന്നേ ഞാൻ എന്റെ അഭിപ്രായമായി പറഞ്ഞോളൂ. അല്ലാതെ ഈ പറയുന്ന തരത്തിൽ കുറച്ച് നേരമായിട്ട് ഇവിടെ ജയഗീത മാഡം എന്റെ സുഹൃത്താണ്, ബാക്കിയുള്ള ഒരുപാട് പേര് എന്റെ സുഹൃത്താണ്. ഇവിടെ കുഞ്ഞുങ്ങളാണെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിലും ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ സമൂഹത്തിന് എതിരായി സംസാരിക്കുന്ന രീതിയിൽ ഒരു വക്താവായിട്ട് എന്നെ മാറ്റാനല്ല ഞാൻ അവിടെ ഇരിക്കുന്നത്. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. കലാപഭൂമി എന്ന് ആക്കിക്കൊണ്ട് ഒരു നവോത്ഥാനം, അത് ഇത് മാത്രമല്ല, ലോകത്തിലെ ഒരു കാര്യം ഒന്നുമില്ല സർ, രാഷ്ട്രീയവൽക്കരിച്ച് അതിപ്പം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ബന്ധമുള്ള ആളല്ല. ഒരു രാഷ്ട്രീയവുമായും എനിക്ക് ഒരു ബന്ധമില്ല. ഞാൻ തികഞ്ഞും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ചോദിച്ചോട്ടെ സാർ, സാറ് പറഞ്ഞ പോലെ ഒന്നിലും പെടാത്ത യഥാർത്ഥ പാവങ്ങളായ വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, ഈ പറയുന്ന തമ്മിലടിക്കുന്ന ആളുകളുടെ ഇടയിൽപ്പെട്ട എത്രയോ പേര് ഒരു തമ്മിലടിയുമില്ല. അങ്ങനെ പറയരുത്, ജനറലൈസ് ചെയ്യരുത്. ഇവിടെ ഭരണഘടനയ്ക്കെതിരെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹർത്താൽ പ്രഖ്യാപിച്ചത് ഒരു പാർട്ടിയാണ്. ഏത് പാർട്ടിയായാലും ബിജെപിക്കാരോ സർ, ഒരു നിമിഷം സർ, ഒരു നിമിഷം പേടിക്കുന്ന എന്തിനാണ് ഉമ? എനിക്ക് പറയാനില്ല. ഇവിടെ കലാപം ഭരണഘടനയുടെ വിധി സർ, ഞാൻ സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഇവിടെ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നി ഞാൻ ഏതോ ബിജെപിയുടെ വക്താവായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടോ ഇവിടെ ഇരുന്ന് ബാക്കിയുള്ളവരെ അതിക്രമിക്കുന്നില്ല. ഞാൻ ഈ ജനാധിപത്യത്തിൽ രാജ്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ്. ഇപ്പൊ ബിജെപിക്കാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഒരു രാഷ്ട്രീയക്കാരും രാഷ്ട്രീയവൽക്കരിച്ച് പാവപ്പെട്ട ജനങ്ങൾ, അതായത് എന്നെ പോലുള്ള സാധാരണക്കാരെ ഇതിനിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവിക്കുന്ന ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഒരു 12 വർഷം മുമ്പ് പറയട്ടെ, ഞാനും സ്ത്രീകളെ പ്രതിനിധിക്കുന്ന ഒരാളാണ്. രണ്ട് സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിന് എന്തിനാണ് ഈ കേരളത്തെ ഇത്രയും വലച്ചത്? ഒരു ഹർത്താൽ അത്രേ ഉള്ളൂ. ഉമ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. സമാധാനം വേണം, സമാധാനപരമായി കാര്യങ്ങൾ കൈകാര്യം ഒരുപോലെ. ഒരു കാര്യം കൂടെ ഉണ്ട്, ഉമ്മയ്ക്ക് വിചാരം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്തോ കൊള്ളില്ലാത്ത ഒരു സാധനമാണെന്നാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എന്തും രാഷ്ട്രീയമാണ്. ഒരിക്കലും അല്ല മാഡം. നിങ്ങൾ എന്തുകൊണ്ട് ഈ സമാധാനത്തെ തകർക്കുന്നു? അതാണ് ചോദ്യം. ധന്യരാമന്റെ ആളുകളാരും തെരുവിൽ ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ള നവോത്ഥാനത്തിന്, ഞങ്ങളുടെ ദളിത് സംഘടനകളും ആദിവാസി സംഘടനകളും മുഴുവനുമായിട്ട് നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് വലിയൊരു പ്രതിരോധം അതിലിവിടെ തീർക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ ആരും തെരുവിൽ ഇറങ്ങിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ വിശ്വാസവും ഇവിടുത്തെ ഭക്തിയൊക്കെ ഇവിടുത്തെ ഒരു വിഭാഗത്തിന് മാത്രമാണെന്നും അവരതിന്റെ കുത്തകയാണെന്നും ഇവിടെ ഞങ്ങളൊക്കെ ആക്ടിവിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ആരാണ് ആക്ടിവിസ്റ്റ് എന്ന് ഞങ്ങളൊക്കെ വിളിച്ചു തുടങ്ങിയത്? ഞാനൊരിക്കലും ഞാൻ സ്വന്തമായിട്ട് എനിക്ക് പേരിട്ടതല്ല ആക്ടിവിസ്റ്റ് എന്ന്. ഞങ്ങളൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യങ്ങളാണ്. 8 വർഷം കൊണ്ട് 3600 കോളനികളിൽ എത്തി. ഏറ്റവും അവിടെ ഒരു ഇടത്ത് തന്നെ 57 റേപ്പൊക്കെ നടന്നെടുത്ത് ശക്തമായിട്ടുള്ള പോലീസിന്റെ സാന്നിധ്യം കൊടുത്ത് സ്ത്രീ സുരക്ഷിതത്വം, കുട്ടികളുടെ സുരക്ഷിതത്വം, 13 വയസ്സുള്ള വികലാംഗയായിട്ട് കിടന്നഴിയുന്ന കുഞ്ഞിനെ പോലും റേപ്പ് ചെയ്ത് അവിടെ തന്നെ പ്രസവിപ്പിച്ചിട്ട ഒരിടങ്ങളിലൊക്കെ ഇന്ന് അവര് സുഖമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അത്ര ഒരു അന്തരീക്ഷം ഒരുക്കിയ ആളുകളാണ് ഞങ്ങളൊക്കെ. 1600ഓളം കുട്ടികൾക്ക് പഠന പിന്തുണ കൊടുക്കുന്നുണ്ട്. റേപ്പ് ചെയ്യപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾ മരിച്ചുപോയവരുണ്ട്. ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു മാസത്തിൽ ഒരു 10 ദിവസമെങ്കിലും നിരന്തരം യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളെയൊക്കെ എന്തിന്റെ അർത്ഥത്തിലാണ് നിങ്ങളൊക്കെ ആക്ടിവിസ്റ്റ് എന്ന് വിളിക്കുന്നത്? ഞങ്ങൾ ഭക്തരല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഞങ്ങൾ ഭക്തരാണ്. ഞങ്ങൾ ശബരിമലയിൽ പോകും.
ഇപ്പൊ ഈ തന്ത്രി ചെയ്തതുപോലെ അങ്ങനെ നിത്യവും അവിടെ അടിച്ചു തൂത്തുവാരി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു തന്ത്രി ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഒരു ദിവസം തന്ത്രി എവിടെ ഇരിക്കരുത്. അതാണ് ഈ ഗവൺമെന്റ് നോക്കേണ്ടത്. ബിജെപിക്ക് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. സർക്കാർ സുപ്രീം കോടതി വരെ പോകും. തന്ത്രിക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകും. ചർച്ച അവസാനം സമയമായിരിക്കുന്നു. ഒരുപക്ഷെ ശബരിമലയുടെ മുകളിൽ ഉയർന്നിരിക്കുന്ന പ്രതിഷേധത്തിന്റെ പ്രതലങ്ങൾ ഇനിയും മറ്റു ദിശയിലേക്ക് മാറി ഒഴുകാം. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.